താങ്കൾ ഈ ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയാണ്. സെക്രട്ടറി. എന്താണ് ഇവിടെ സംഭവിച്ചത്? സംഭവിച്ചത് ഇന്റർനാഷണൽ തരികടയാണ് ഈ മുരാരി ജ്യോതിഷൻ. അവന്റെ പേരെന്തര്? മുരാരി എന്നാണ് പറയുന്നത്. ക്രൈംബ്രാഞ്ചിന് 5 ലക്ഷം രൂപ കൊടുത്ത് നോക്കുമെന്നാണ് പറയുന്നത്. മുരാരി 401 ഗ്രാമമാകുമ്പോൾ 50 പവൻ നഷ്ടപ്പെട്ടു. പൂജാരി ഇത്രയും ഏലസും മാലയൊക്കെ എന്തിനെന്ന് പറഞ്ഞു. ക്ഷേത്ര ചൈതന്യം പോലും നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് കണ്ടുകൊണ്ട് വിജയ് മല്യയുടെ വീട്ടിലിരിക്കുകയാണ്. പിന്നെ ഒരിക്കൽ വിളിച്ചവൻ പറഞ്ഞ് രാഹുൽ ബജാജിന്റെ വീട്ടിലിരിക്കുകയാണ്. പിന്നെ ബോംബെയിലെ അത് ഒരു വ്യവസായിയുടെ വീട്ടിലിരിക്കുകയാണ്. ഏത് കടയിൽ നിന്നാണ് ഇത്തരം സർട്ടിഫിക്കറ്റ് വാങ്ങിയത് എന്ന് അറിയില്ല. കൊട്ടാരക്കര ആട്ടം ഓടിച്ചുകൊണ്ടിരുന്നത് ഞാൻ അവിടെ. ലക്ഷങ്ങളാണ് മോഹൻദാസിന്റെ കയ്യിൽ നിന്നും ഈ ക്ഷേത്രത്തിൽ നിന്നും തട്ടിയെടുത്തത്. ഇപ്പോൾ ഇന്ന് കൊല്ലം ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്നിരുന്നല്ലേ? അതെ. എന്തായിരുന്നു അവർ വന്നതിൻ്റെ കാരണം? വന്നതിൻ്റെ കാരണം ഞാൻ പരാതി ശ്രീകാര്യം സ്റ്റേഷൻ മുതൽ DGP മുഖ്യമന്ത്രി അവർക്കൊക്കെ കൊടുത്ത് അവിടെയെല്ലാം അവൻ്റെ ഒരു ബന്ധമുണ്ട് പോലീസ്, അവൻ അവിടെയെല്ലാം തട്ടി മാറ്റി. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ശ്രീകാര്യത്ത് ഇത് ചെമ്പഴന്തി ഇല്ലേ, കുന്നമ്പള്ളിക്കോണം ഭദ്രകാളി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ മുരാരി എന്ന ഒരു തന്ത്രി എന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവൻ കൊട്ടാരക്കരയിൽ ഓട്ടോ ഓടിച്ച് ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നാണ് അവൻ തന്ത്രി എന്ന പേരിൽ താന്ത്രിക രത്നം അല്ലേ, താന്ത്രിക രത്നം എന്താ ഭൂഷണമാണ്, ജ്യോതിഷഭൂഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനിത് ഏത് കടയിൽ നിന്നാണ് ഇത്തരം സർട്ടിഫിക്കറ്റ് വാങ്ങിയത് എന്ന് അറിയില്ല. എന്തായാലും ശരി, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് കൊല്ലം ക്രൈംബ്രാഞ്ച് ഇവിടെ എത്തി കൂടുതൽ അന്വേഷിക്കുന്നതിന് വേണ്ടി. താങ്കൾ ഈ ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയാണ്. സെക്രട്ടറി. എന്താണ് ഇവിടെ സംഭവിച്ചത്? സംഭവിച്ചത് ഇന്റർനാഷണൽ തരികടയാണ് ഈ മുരാരി. ഇന്റർനാഷണൽ തരികട പിടിച്ച ഒരു ജ്യോതിഷൻ മുരാരി എന്നാണ് പറയുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോഴും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇവിടെ വന്നപ്പോൾ സാറ് എന്നെ ഏൽപ്പിച്ചതാണ് ഇത് കണക്ക് ഈ ജ്യോതിഷൻ. ഞാൻ ചോദിച്ചു സാറേ ഇത് എങ്ങനെയാണ് ഇത് അറിയാവുന്നത്? കൊടുത്തിട്ടുണ്ട്. ഇത് പറഞ്ഞു ഇത് കണ്ട ആരെയാലും വെച്ച് പറ്റിക്കൂലേ? 430 ക്ഷേത്രത്തിൽ തന്ത്രിയാണെന്ന് പറഞ്ഞു. ഇവിടുന്ന് എത്ര ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്? ഇത് 20, ഇവിടുന്ന് 60, കണക്കിൽ പ്രകാരം രേഖയുള്ളത് 60 ലക്ഷം രൂപ. പിന്നെ അല്ലാതെ ഈ പശുവിന് കൊടുത്തതും നിരവധി പേരുണ്ട്. ഈ മുരാരി തന്ത്രി എന്ന ഈ ഓട്ടോക്കാരന് ഇവനെ കൊണ്ട് പ്രതിഷ്ഠ നടത്തിയ അനേകം ക്ഷേത്രങ്ങളും കേരളത്തിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരൊക്കെ അവരുടെ ക്ഷേത്രങ്ങളിൽ ഇവൻ ചെയ്തത് കറക്റ്റാണോ എന്ന് അറിവുള്ള ആരെയെങ്കിലും വിളിച്ച് ഒന്ന് അന്വേഷിക്കണം. ഏകദേശം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം. കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇവൻ്റെ ഒരു പരസ്യം കാണാൻ ഇടയായി. അങ്ങനെയാണ് ഇവനെ ഇവിടെ വിളിച്ചത്, ഈ ക്ഷേത്രത്തിലേക്ക് വിളിച്ചത്. എന്നാൽ അവൻ വന്നപാടെ പറഞ്ഞു ഈ ക്ഷേത്രം പൊളിക്കണം, ഈ ക്ഷേത്രത്തിനും പിന്നെ പ്രദേശത്തുള്ളവർക്കും കുടുംബക്കാർക്കുമൊക്കെ ഐശ്വര്യം വന്നു ചേരുമെന്ന് ഇവൻ പറഞ്ഞു. അതിനുവേണ്ടി ഇവൻ ഒരു എസ്റ്റിമേറ്റ് ഇട്ട് കൊടുത്തു 60 ലക്ഷം രൂപ. അതിനുവേണ്ടി കുടുംബക്കാരും നാട്ടുകാരും പിന്നെ ഇല്ലേ താങ്കളും എല്ലാം ചേർന്നുകൊണ്ട് ഈ 60 ലക്ഷം രൂപ കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു. എന്നാൽ അവിടെയാണ് വലിയൊരു ചതി നടന്നത്. എന്തായാലും ശരി, ഇന്നത്തെ വാർത്തയുടെ പ്രസക്തിയും അതുതന്നെയാണ്. അഷ്ടബന്ധം വിടാതെ സിമെന്റും മണലും ചല്ലിയൊക്കെ കൂടെ ഇട്ട് ഉറപ്പിച്ച് ഒരിടത്ത് അങ്ങനെ ചെയ്യാറില്ല. പരികർമ്മി എന്ന് പറയുന്ന കൊത്തൻ, കളയക്കാരൻ, അത് പെയിന്റർ, ഓട്ടോറിക്ഷക്കാരനൊക്കെ ആയിരുന്നു. ശരി, എന്തായാലും ശരി, അവനും അവന്റെ പരികർമ്മിയും ഈ ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഭക്തജനങ്ങളെ, വിശ്വാസികളെ ഈ പരിസരത്ത് പോലും അടുപ്പിച്ചില്ല. ഇവിടെ കയർ കെട്ടി തിരിച്ചു. എന്നിട്ട് ഇവിടെയുള്ള ദേവിക്ക് കുടുംബക്കാരും നാട്ടുകാരും പിന്നെ വിശ്വാസികളും ചേർന്നുകൊണ്ട് ഏകദേശം 53ഓളം പവൻ സ്വർണം നൽകിയെന്നാണ് പറഞ്ഞത്. അവൻ അന്ന് പറഞ്ഞിരുന്നത് ഇവിടെ അഷ്ടബന്ധം നടത്തുമ്പോൾ ഈ വിഗ്രഹത്തിനടിയിൽ ഒരു അറയുണ്ടാക്കി അതിൽ ഈ 53 പവൻ സ്വർണവും ദേവിക്ക് കിട്ടിയ സമ്മാനങ്ങൾ അത് ഇതിനുള്ളിൽ വെച്ചുകൊണ്ട് ഈ അഷ്ടബന്ധം ഉറപ്പിക്കുമെന്നാണ്. ഇപ്പോൾ വിശ്വാസമാണോന്ന് വെച്ചാൽ വിശ്വാസം തന്നെയാണ്. പക്ഷേ എന്തോ ഇവിടെ നിന്ന് ഇദ്ദേഹം വന്നതിന് ശേഷം ഇവിടെ ഇപ്പോൾ ആൾക്കാർ വന്നും പോക്കും കുറവായി. അങ്ങനെ വേറെ ചന്ദ്രയെ കൊണ്ടുവന്നൊക്കെ എല്ലാം നോക്കിയപ്പോൾ എന്തോ പാകപ്പിഴകൾ സംഭവിച്ചു എന്നുള്ള പറയുന്നു. അങ്ങനെ അതിൻ്റെ ഈ അഷ്ടബന്ധം നടത്തിയപ്പോഴത്തേക്ക് ഇവിടെയുള്ള ദേവിക്ക് കൊടുത്ത 53ഓളം പവൻ സ്വർണം തന്നെ അത് ഓരോരുത്തരും 1.25 പവൻ, 1.5 പവൻ, 1/2 പവൻ, 1/4 പവൻ ഇങ്ങനെല്ലാം കൊടുത്തതെല്ലാം പോറ്റി ഏൽപ്പിച്ച് അകത്ത് കൊടുത്തു. അതിപ്പോൾ കാണുന്നില്ല. വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നെല്ലാം അന്വേഷണം നടത്തി. ഇപ്പോൾ ആട്ടോ ഓട്ടിച്ചുണ്ടാകും. പൂജാരിയും ഇതൊന്നുമല്ല, ആട്ടോ ഓട്ടിച്ചുണ്ടാകുന്നത്. ഇപ്പോൾ അവൻ്റെ സാമ്പത്തികം എന്ന് പറഞ്ഞത് നമ്മൾ പ്രതീക്ഷിക്കുന്ന എങ്ങോട്ട് ഉന്നതങ്ങളിലാണ് അവൻ. അപ്പോൾ ഇതിനൊക്കെ പലരെയും പറ്റിച്ചതായിരിക്കാം. ഇവിടെ ഒരു ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഒരു വിളക്കിരുന്ന വിളക്ക് കൂടെ അമ്പലത്തിൻ്റെ ഇടയിൽ വെക്കണ്ടെന്ന് ഏതെങ്കിലും പറയൂ. ഒരാൾ പൊക്കത്തിന് ഒരു വിളക്കുണ്ടായിരുന്നു, അതുകൂടെ വെക്കണ്ടെന്ന് സാറിനെ പറ്റിച്ചുകൊണ്ട് അത് എടുത്തുകൊണ്ട് പോയി അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അത്ര സാറ്
അതും ശരിയായിരിക്കും ഈ ചില വിളക്കൂടെ വയ്ക്കുന്നത്. ഇത് ഈ അമ്പലത്തിനകത്ത് മേൽക്കൂരയായിട്ടിരുന്ന അമ്പലമായിട്ടിരുന്നതാണ്. കല്ലിൽ ചെയ്ത അമ്പലമാണ്. അമ്പലമായിരുന്നു. കല്ലിൽ ചെയ്തതിനെ അവൻ തന്നെ പിന്നെയും വന്ന് പൊളിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും. ഒരു അതിനെക്കുറിച്ച് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, സാമ്പത്തികം പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രതിഷ്ഠിച്ചു അത് പൊളിച്ചു എന്ന് അറിഞ്ഞതും. ഞാൻ ഇത് തിരക്കാൻ കാര്യം, ഞങ്ങൾ ഇവിടെ ഒരു ക്ഷേത്രത്തിലെ കാര്യം അവനെ ഏൽപ്പിച്ചത് കൊണ്ട് ഞാൻ തിരക്കി എന്നുള്ളതാണ്. പക്ഷെ എന്തോ കൊടുത്തൊന്നും എത്ര ഇവിടുന്ന് ഭവിച്ചുകൊണ്ട് പോരുന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, ഇപ്പൊ സാറിന് മനസ്സിലായോ? പൂജ പഠിച്ചിട്ടുണ്ട്, അത് ചെയ്യുന്നു, അവിടെ ഇത് ചെയ്യുന്നു, ഇവിടെ ഇത് ചെയ്യുന്നു എന്നൊക്കെയായിരുന്നു നമ്മുടെ അറിവ്. ഈ പിള്ളേരൊക്കെ പറയുന്നത്, ഇവരുടെ കൂടെ പോകുന്ന പിള്ളേരൊക്കെ പറയുന്നത് അങ്ങനെ. അപ്പൊ ഞാനിത് തിരക്കിയപ്പോ ഇവനൊരു പൂജയും പഠിച്ചിട്ടില്ല, നാട്ടുകാരെ പഠിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് എന്റെ ബോധ്യം. ഇവൻ ഈ മുരാരി എന്ന് അറിയപ്പെടുന്ന പേരെന്താണ് ഈ കക്ഷിയുടെ? മുരാരി തന്നെ സാർ, രാജൻ ബാബു എന്ന് ഒരു പേരുണ്ട് അവന്. നമ്മുടെ സംസാരിക്കുന്ന ആളുടെ പേരെന്തോ? എന്റെ പേര് ബാലൻ. എവിടെയാ സ്ഥലം? എന്റെ ദിവസം എവന്റെ വീടിനടുത്താണ്. എന്റെ പെങ്ങളുടെ മോനായത്. ഞാൻ കള്ളത്തരം ഒന്നും പറയത്തില്ല. ഞാൻ സാറിന്റെ സൈഡ് പിടിച്ച് പറയത്തില്ല, മുരാരിയുടെ സൈഡ് പിടിച്ച് പറയത്തില്ല. സത്യസന്ധമായ കാര്യങ്ങൾ പറയും. ഓക്കെ ഓക്കെ. പിന്നെ എന്തെങ്കിലും എന്നെ കുറിച്ചുള്ള വിവരം അറിയണമെങ്കിൽ സാറ് മേപ്പോട്ട് ഈ പോലീസിലുള്ള ആളോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും. ഞാൻ 10-20 വർഷം കൊണ്ട് പോലീസ് സ്റ്റേഷനുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ആളാണ്. എല്ലാ പോലീസ് കൊട്ടാരക്കരയും പുത്തൂരും എല്ലാം ഉള്ള പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരും SI-മാരും CA-മാരും ഒക്കെ എന്നെ അറിയും. ഈ കുടുംബക്ഷേത്രത്തിലെ മുരാരി എങ്ങനെയാ ഇവിടെ? അത് പരസ്യം കണ്ടു. എൻ്റെ ഒരു മകള് മരിച്ച സമയത്ത് ഇങ്ങനെ അവനെ കാണാനിടയായി. അപ്പോൾ നമ്പർ കുറിച്ചെടുത്തിട്ട് ആദ്യം വിളിച്ചവൻ പറഞ്ഞ് മറ്റേ വിജയ് മല്യയുടെ വീട്ടിലിരിക്കുകയാണ്. പിന്നെ ഒരിക്കൽ വിളിച്ചവൻ പറഞ്ഞ് രാഹുൽ ബജാജിൻ്റെ വീട്ടിലിരിക്കുകയാണ്. പിന്നെ ബോംബെയിലെ അത് ഒരു വ്യവസായിയുടെ വീട്ടിലിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അവസാനം ഇവിടെ ഗണപതി ഹോമം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഫോൺ വന്നു. അവൻ പറഞ്ഞു അത് അങ്ങനെ ഇരിക്കാൻ സമ്മതിക്കില്ലല്ലോ, DGP ആണ് വിളിച്ചത്. ബഹ്റ ലോകനാഥ് ബഹ്റ ആണ് വിളിച്ചതെന്ന് ആളുകളെ ചുറ്റുന്നവരുടെ പറഞ്ഞു. അങ്ങനെ അവൻ്റെ ദേഹത്തിരിക്കെ കിടക്കുന്ന സ്വർണ്ണമൊക്കെ ഇവിടെ നിന്ന് അടിച്ചോണ്ട് പോയതാണ്. അതെ അതെ. 401 ഗ്രാമാകുമ്പോൾ 50 പവൻ നഷ്ടപ്പെട്ടു. 50 പവൻ. ഒരു പൂജാരി ഇത്രയും ഏലസും മാലയൊക്കെ ഇടുന്ന എന്തിനെന്ന് ആർക്കും അറിഞ്ഞൂടാ. അത് ആളുകൾക്ക് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കുക. ജനാധിപത്യ രാജ്യത്തെ പോലീസ് സംവിധാനം ഉള്ളിടത്ത് അവൻ ഇപ്പോഴും അവൻ്റെ വീട്ടിൽ പൂജാ വ്യവസായം നടത്തുകയാണ്. ഇതൊന്നും തടയാൻ ഈ രാജ്യത്ത് ആരുമില്ല. അങ്ങനെ കൂട്ടുകയാണെങ്കിൽ 10-70 ലക്ഷം രൂപ പോയി. പിന്നെ ചിലതൊന്നും കണക്ക് കൂട്ടിയിട്ടില്ല. പശുദാനം എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പറഞ്ഞ് പശു ഒന്ന് വാങ്ങിച്ചെന്നാൽ എനിക്ക് ഞാൻ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഒരു പശു വീട്ടിൽ വാങ്ങിച്ചതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വില ഇനി എന്നാൽ മതിയെന്നും പറഞ്ഞ് 90,000 രൂപ വാങ്ങിച്ച്. ഈ പൂജാകർമ്മങ്ങൾ ചെയ്ത അന്ന് തൊട്ട് ക്ഷേത്രം ക്ഷയിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. കരുനാഗപ്പള്ളി ജേതപ്പിള്ള അവരിവിടെ നട ജേതപ്പിള്ള അവരിവിടെ നട വന്നപ്പോൾ തന്നെ പറഞ്ഞു ക്ഷേത്രത്തിനകത്ത് കള്ളം കയറിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് ക്ഷേത്ര ചൈതന്യം പോലും നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് കണ്ടുകൊണ്ട് കുടുംബക്കാർ എല്ലാം ഒരു കുടുംബ മീറ്റിംഗ് സംഘടിപ്പിക്കുകയും കരുനാഗപ്പള്ളിയുള്ള പ്രഗത്ഭയായ ജോത്സ്യയെ ഇവിടെ കൊണ്ടുവന്ന ഒരു പ്രശ്നം വെച്ച് നോക്കി. എന്നാൽ അവർ ഈ ക്ഷേത്രത്തിന് മുന്നിലെത്തിയപ്പോൾ തന്നെ പറഞ്ഞു, ഈ ക്ഷേത്രത്തിൽ കള്ളൻ കയറിയിരിക്കുന്നു, ഈ ക്ഷേത്രത്തിൽ ഒന്നും കറക്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ അടിയന്തരമായി തന്നെ ഇല്ലേ ദേവപ്രശ്നം ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾ ദേവപ്രശ്നം വെച്ചല്ലേ? ഇക്കണക്കിന് പോകുകയാണെങ്കിൽ ഈ കുടുംബം പോലും നശിച്ചു പോകും എന്നാണ് ആ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത്. പിന്നീട് അവർ പറഞ്ഞത് ആദ്യമായി ചെയ്യേണ്ടത് ഈ അഷ്ടബന്ധം ഇളക്കി പരിശോധിക്കണമെന്ന്. അങ്ങനെ അഷ്ടബന്ധം ഇളക്കി പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മങ്ങളും പൂജകളുമെല്ലാം നടത്തി അഷ്ടബന്ധം ഇളക്കിയപ്പോൾ മനസ്സിലായത് അഷ്ടബന്ധം അല്ലേ സിമെന്റും മണലും ചേർത്തുകൊണ്ട് കോൺക്രീറ്റ് ഇട്ട് ഈ വിഗ്രഹം ഉറപ്പിച്ചിരിക്കുന്നത് എന്ന 4-5 രൂപ തൊട്ട് മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്തത്? പോലീസിന് വിഗ്രഹം ഇളക്കുന്നതിന് മുമ്പ് പോലീസ് വരണമെന്ന് പറഞ്ഞു. പക്ഷേ പോലീസൊന്നും വന്നില്ല. അവൻ്റെ ഒരു ബന്ധുവുണ്ട്, സാധാരണ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട് പോലീസ്. അവൻ വിളിച്ച് പറഞ്ഞ പോലീസുകാരെ അനങ്ങില്ല എന്നാണ് പറയുന്നത്. ലക്ഷങ്ങളാണ് മോഹൻദാസിന്റെ കയ്യിൽ നിന്നും ഈ ക്ഷേത്രത്തിൽ നിന്നും തട്ടിയെടുത്തത്. കൊല്ലം ക്രൈംബ്രാഞ്ച് ഇവിടെ എത്തി അന്വേഷണം ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ക്യാമറമാൻ അരുൺ സഗറിനൊപ്പം രജിത് കാര്യത്തിൽ, വിസ്വാനോസ്.